കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മൾ കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന ഹ്യൂമൻ ലാംഗ്വേജസ് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. കാരണം നമ്മൾ പറയുന്ന മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിന് പറ്റത്തില്ല. കമ്പ്യൂട്ടറിന് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും. അത് നമ്മൾ ബൈനറി ഫോമിൽ 0, 1 എന്നിങ്ങനെയാണ് എഴുതുന്നത്. ഇത് രണ്ടും മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. സോ ഇതുപയോഗിച്ച് കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമുക്ക് നമ്പേഴ്സ്, ക്യാരക്ടർ, ഇമേജ്, ഓഡിയോ, വീഡിയോ ഒക്കെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സും രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹോൾ നമ്പറിനെയാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ ഡെസിമൽ പോയിൻ്റ് ഒന്നും വരത്തില്ല. ഡെസിമൽ പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീജർ നമ്പർ കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തേത് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. മൂന്നാമത്തേത് സെക്കൻഡ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇവിടെ വേർഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സൈസ് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ് വേർഡ് എന്ന് പറയുന്നത്. വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫസ്റ്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്പറിനെ ഇപ്പോൾ പ്ലസ് നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇപ്പോൾ പ്ലസ് 23 ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റീജർ, അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക. എന്താണ്? ബൈനറി ഫോം കണ്ടുപിടിക്കുക. ഇപ്പോൾ 23 ആണെങ്കിൽ അതിനെ ബൈനറി ഫോമിലാക്കണം. ബൈനറി ഫോമിൽ 8 ബിറ്റ് നമ്പേഴ്സാണ് ഈ ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിലൂടെ ഉള്ളത്. ഇപ്പോൾ 8 ബിറ്റ് നമ്പേഴ്സാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ, ഒരു ബൈനറി ഫോമിൻ്റെ ഏറ്റവും ലെഫ്റ്റ് കിടക്കുന്ന നമ്പറാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിന് 1 ബിറ്റ്, ബാക്കി 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെയാണ് നമ്മൾ സൈൻ എന്ന് പറയുന്നത്. ബാക്കി 7 ബിറ്റിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് വെച്ചാൽ, ഇപ്പോൾ 23 നമ്മൾ 23 എടുക്കുകയാണെങ്കിൽ 23യുടെ ബൈനറി ഫോം 00101111 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് 23 ആകുമ്പോൾ പ്ലസ്സിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എഴുതി വയ്ക്കുകയാണ്. ഇപ്പം ബൈനറി ഫോമാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ ഫോം എന്ന് പറയുമ്പോൾ പ്ലസ് ആവുകൊണ്ട് അവിടെ നമ്മൾ 0 ആണ് ഇടുന്നത്. ഇതാണ് അതിൻ്റെ സൈൻ. ബാക്കിയുള്ളതെല്ലാം മാഗ്നിറ്റ്യൂഡാണ്. ഇപ്പം -105 മൈനസ് നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ 1 ആണ് കൊടുക്കേണ്ടത്. പ്ലസ് സൈനാണ് വരുന്നതെങ്കിൽ 0യും, മൈനസ് സൈനാണ് വരുന്നതെങ്കിൽ 1ഉം ആണ് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഈ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്ന മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെയാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ 8 ബിറ്റ് വേർഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 8 ബിറ്റാണ് വേർഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ 255 നമ്പേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ബൈനറി നമ്പർ തന്നിരുന്നാൽ അതിനെ നേരെ തിരിച്ചങ്ങ് ഇട്ടാൽ മതി. ഇപ്പോൾ 11001 ആണെങ്കിൽ അതിനെ നേരെ തിരിച്ചിടുമ്പം 00110. അതാണ് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ്. ഇവിടെ 10101 ആണെങ്കിൽ അതിനെ തിരിച്ചിടുമ്പോഴത്തേക്കും 01010. ഇതാണ് ഫസ്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ. ഇനി ഇൻറ്റീജർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു നമ്പർ തന്നിരുന്നാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻറ്റീജർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കോംപ്ലിമെൻ്റ് എന്താണ്? ഇപ്പം 10101ൽ നമ്മുടെ ഫസ്റ്റ് കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് തിരിച്ചിട്ടാൽ മതിയല്ലേ. അപ്പോൾ 10101ൽ തിരിച്ചിടുമ്പോൾ എന്താണ്? 01010 എന്ന് വരും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് കോംപ്ലിമെൻറ്റിനെ
കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം 1 ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ 0 1 0 1 0 എന്ന ഫസ്റ്റ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം എന്താ വരുന്നത്? ഇപ്പോൾ 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. ബാക്കി എല്ലാ ഡിജിറ്റും അതേപടി അങ്ങ് എഴുതിയെടുക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് കോംപ്ലിമെൻ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ -128 + 127 നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് കോംപ്ലിമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ ടേബിളാണ് തന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഫസ്റ്റ് കോംപ്ലിമെൻറ്റ്, സെക്കൻഡ് കോംപ്ലിമെൻറ്റ് ആൻഡ് റിമാർക്സ്. ഇപ്പം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -127 to +127. ഫസ്റ്റ് കോംപ്ലിമെൻറ്റിനും -127 to +127 ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ സെക്കൻഡ് കോംപ്ലിമെൻറ്റിൽ -128 to +127 ക്യാരക്ടേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് റേഞ്ച് കൂടുതൽ സെക്കൻഡ് കോംപ്ലിമെൻറ്റിനാണ്. അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. ഇവിടെ 2-way റെപ്രസെൻറ്റേഷനാണുള്ളത് ഇൻറ്റീജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ. ഇവിടെയും 2-way റെപ്രസെൻറ്റേഷനാണുള്ളത് ഇൻറ്റീജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ. ഇവിടെ ഓൺലി 1 way ഓഫ് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ, 0 റെപ്രസെൻ്റ് ചെയ്യാൻ. ഇൻ 2's കോംപ്ലിമെൻറ്റ് ദർ ഈസ് നോ ആംബിഗിറ്റി ഇൻ 0 റെപ്രസെൻറ്റേഷൻ. 0 റെപ്രസെൻറ്റേഷന് ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ ആംബിഗിറ്റി ഇല്ല. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 8-bit ഫോമിലാണ്. എല്ലാം 8-bit ഫോമിലാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെങ്കിലോ സൈൻ ബിറ്റ് 1 ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റഡ് ഇൻ 7-bit ബൈനറി ഫോം. അതായത് ഇപ്പം ഇവിടെ 8-bit ഉണ്ടെങ്കിലും 7-bit എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും സൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് ബിറ്റുമാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 8-bit ഓഫ് ബൈനറി തന്നെയാണ്. ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് ഇപ്പോൾ ആ ഒരു ബൈനറി ഫോമിൻ്റെ ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് ഫോം. ദെൻ ഇവിടെ ആണെങ്കിലോ സെക്കൻഡ് കോംപ്ലിമെൻറ്റ് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് ഫോം സെക്കൻഡ് കോംപ്ലിമെൻറ്റിൽ. ദെൻ ഇവിടെ എന്താണ്? ഫോർ ഓൾ നമ്പേഴ്സ് MSB ഈസ് 1. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് എന്തായിരിക്കും? 1 മുതലായിരിക്കും തുടങ്ങുന്നത്. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന നമ്പറാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ്. മാൻഡിസ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം 25.45 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0.2545 × 10⁻². ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ മാൻഡിസ എന്ന് പറയുന്നത് ഈ ഒരു 0.2545 ആണ് മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത്. എക്സ്പോണൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പാർട്ടാണ് എക്സ്പോണൻറ്റ് പാർട്ട് വരുന്നത്. അതായത് പവർ പാർട്ടാണ് എക്സ്പോണൻ്റ് ആയിട്ട് വരുന്നത്. സാധാരണ നമ്പേഴ്സാണ് മാൻഡിസ ആയിട്ട് വരുന്നത്. സോ ഒരു 32 bits കമ്പ്യൂട്ടറിൽ മാൻഡിസ എന്ന് പറയുമ്പോഴത്തേക്കും 24 ബിറ്റും എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 8 ബിറ്റും വരും. അപ്പോൾ ഒരു ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന പോർഷനെയാണ് മാൻഡിസ എന്നും ആ ഒരു പവർ പാർട്ട് വരുന്ന പോയിൻ്റാണ് എക്സ്പോണൻ്റ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് പഠിച്ചു. നമ്പേഴ്സ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കീബോർഡിൽ ഹലോ എന്ന് അടിക്കുമ്പോഴത്തേക്കും ഹലോ എന്നാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോഡ്സ് ഉണ്ട്. ASCII, ABCDIC, ISCII, യൂണിക്കോഡ്. ഇങ്ങനെ കുറച്ച് കോഡാണ് നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഡാണ് ASCII, അതായത് ASCII എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. ASCII കോഡ് എന്നാണ് പറയുന്നത്. അമേരിക്കൻ കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇവിടെ 7-bit ക്യാരക്ടറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടറിനും 7-bit ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് US ഗവൺമെൻറ് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കോഡാണ് ASCII അല്ലെങ്കിൽ ASCII എന്ന് പറയുന്നത്. ASCII കോഡ് എന്ന് പറയുന്നത് ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് മെമ്മറിയിൽ. ഇപ്പം ASCII 65 റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അവിടെ 7-bit ആണ് യൂസ് ചെയ്യുന്നത്. 7-bit എന്ന് പറയുമ്പം 7-bit നമുക്കൊരു 128 ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി ASCII 8 ഉണ്ട്. അതൊരു എക്സ്റ്റെൻഡഡ് ASCII ആണ്. ASCIIയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ASCII 8 എന്ന് പറയുന്നത്. 8-bit ഏതാണ്ട് 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് കീബോർഡിലെ ക്യാരക്ടേഴ്സ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ASCII ഉപയോഗിക്കാവുന്നതാണ്. ഇനി
ABCDIC എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇതെന്ന് പറയുന്നത് ആസ്കി കോഡുമായിട്ട് സിമിലർ ആണ്. 8 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 8 ബിറ്റ് കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റത് ആസ്കിയിൽ 7 ബിറ്റ് കോഡാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്തത് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീനാണ്. 250 ക്യാരക്ടേഴ്സാണ്. ആസ്കി 8 പോലെ 250 ക്യാരക്ടേഴ്സാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ASCII code data is to be used in computer which uses ABCDIC representation. It is necessary to transform ASCII code to ABCDIC code. അതായത് ASCII കോഡ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ് ABCDIC കോഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ASCII കോഡിൽ നിന്ന് ABCDIC കോഡിൽ നിന്ന് ASCII കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. തിരിച്ചാണെങ്കിൽ ASCII കോഡിൽ നിന്ന് ABCDIC കോഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതും ഉണ്ട്. ഇനി ISCII ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. എന്താണ് ISCII എന്ന് പറയുന്നത്? ISCII എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ക്രിപ്റ്റ്